നീ മാത്രം മതി എനിക്ക്. യഹോവ സൗഖ്യദായകൻ തൻ അടിപ്പിണരായി സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവജനം ജാതികളോട് ഇടകലർന്ന് ബാൽ വിഗ്രഹങ്ങളെയും അക്ഷരപ്രതിഷ്ഠകളെയും സേവിച്ച് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് ന്യായാധിപന്മാർ 21:25 എഴുതിയിരിക്കുന്ന കാലം. ഈ കാലത്ത് ദൈവം തൻ്റെ പ്രവാചകനായി ശൗമേലിനെ ഉയർത്തുകയും ശൗമേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ജനം ഗ്രഹിക്കുകയും ചെയ്തു. 1 ശമൂവേൽ 3:20-21 വാക്യങ്ങൾ. ഇസ്രായേലുമായി അന്ന് ഫെലിസ്ത്യർക്ക് നിരന്തരം യുദ്ധമുണ്ടായിരുന്നു. ഏബൻ ഏസനരികെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഫെലിസ്ത്യർ ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയും ഇസ്രായേലിൽ 4000 പേർ ആ യുദ്ധത്തിൽ മരിക്കുകയും ചെയ്തു. 1 ശമൂവേൽ 4:2-3 വാക്യങ്ങൾ. തുടർന്ന് ദൈവത്തിൻ്റെ പെട്ടകം പാളയത്തിൽ കൊണ്ടുവരികയും ഇസ്രായേൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടുക മാത്രമല്ല, ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യരുടെ കൈകളിൽ ആകുകയും ചെയ്തു. യുദ്ധത്തിൽ 30,000 ഇസ്രായേല്യർ അന്ന് മരിച്ചു. ഏലിയുടെ 2 പുത്രന്മാരും കൊല്ലപ്പെട്ടു. ദൈവത്തിൻ്റെ പെട്ടകം ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു എന്നറിഞ്ഞ് ഏലിയും മരിച്ചു. 1 ശമൂവേൽ 4:10-18 വരെ. 7 മാസത്തിന് ശേഷം ഫെലിസ്ത്യർ പെട്ടകത്തെ തിരിച്ചയച്ചു. 20 വർഷം പെട്ടകം കിര്യത്ത്യെയാരീമിൽ അബിനദാബിൻ്റെ ഭവനത്തിൽ ആയിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ശമൂവേലിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ എല്ലാ വിഗ്രഹങ്ങളെയും തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി യഹോവയെങ്കിലേക്ക് പൂർണ്ണമായി തിരിയുകയും യഹോവയ്ക്ക് യാഗം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ യഹോവ ഇസ്രായേലിനു വേണ്ടി ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. ഫെലിസ്ത്യർ തോൽക്കുക മാത്രമല്ല, പിന്നെ അവർ ഇസ്രായേൽ ദേശത്തേക്ക് വരിക പോലും ചെയ്തില്ല. 7-ാം അധ്യായം 13-ാമത്തെ വാക്യം. അവർക്ക് ലഭിച്ച വിജയത്തിനായി ഒരു കല്ല് നാട്ടി ശമൂവേൽ പറഞ്ഞു, ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. 1 ശമൂവേൽ 7:12. ദൈവത്തിന് യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ദൈവം അവർക്ക് വിജയം നൽകിയത്. ജീവിതത്തിൻ്റെ കുറവുകളെ തിരിച്ചറിഞ്ഞ് അവയെ ഉപേക്ഷിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് വിജയം ലഭിക്കുന്നത് എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നതിന് നാം എന്തു ചെയ്യണം എന്ന് ഈ സംഭവം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 1. യഹോവയുടെ നിലവിളിക്കണം അഥവാ വിലപിക്കണം. 1 ശമൂവേൽ 7:2. 20 വർഷത്തെ ഫലശൂന്യമായ ജീവിതത്തെ ഓർത്ത് ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവയോട് വിലപിച്ചു. വിലാപം വെറും ദുഃഖമല്ല, ജീവിതത്തെ മുഴുവൻ പിടിച്ചു വിലയ്ക്കുന്ന അനുതാപമാണ് വിലാപം. സങ്കീർത്തനക്കാരൻ വിലപിക്കുന്നത്, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. 19-ാം സങ്കീർത്തനം 12-ാം വാക്യം. 2 ദിനവൃത്താന്തം 7:14 പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിക്കണം. ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ ഉള്ള 1-ാമത്തെ പടിയ ദൈവസന്നിധി വിലപിക്കുക എന്നത്. 2. പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ സേവിപ്പാൻ തയ്യാറാകണം. 1 ശമൂവേൽ 7:3-4 വാക്യങ്ങൾ. പൂർണ്ണഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുവാനുള്ള ആഹ്വാനമായി ശമൂവേൽ ഇവിടെ ജനത്തിന് നൽകിയത്. ഭാഗികമായ സമർപ്പണം കർത്താവ് തിരിച്ചറിയുന്നു. മോശെ മുഖാന്തരം ദൈവം നൽകിയ കൽപ്പനയിൽ സമ്പൂർണ്ണമായ സമർപ്പണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉടമ്പടി ലംഘിച്ച ദൈവജനം ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. ജീവിതത്തിൽ പിന്തുടരുന്ന എല്ലാ അന്യ ദൈവങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു മടങ്ങിവരവ കർത്താവ് ആഗ്രഹിക്കുന്നത്. 3. ഉപവസിക്കുകയും പാപമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും വേണം. 7:6. ഇവിടെ ഒരു ദിവസം ആഹാരം ഉപേക്ഷിച്ച് ഉപവസിച്ചു എന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരിപ്പാൻ അവർ തയ്യാറായി എന്നതാണ്.
അവർ ശമൂവേലിനോട് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മതിയാക്കരുതേ. 7-8 വാക്യം. കൂട്ടായ പ്രാർത്ഥനയും മധ്യസ്ഥത ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയുമാണ് ഇന്ന് ആവശ്യം. മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രസാദകരമായ ഒന്നാണ്. 1 തിമോഥെയോസ് 2:1-3 വരെ. 4. രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. ഇവിടെ ആട്ടിൻകുട്ടിയെ യാഗമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ശമൂവേൽ 9 വാക്യം. ശത്രുവിൻ്റെ മുൻപിൽ നിൽപ്പാൻ യാഗപീഠം ആവശ്യമാണ്. കാൽവറിയിൽ നമുക്കായി ഒരുക്കിയ നിഷ്കളങ്ക രക്തത്തിൻ്റെ പ്രതിരൂപാത്മകമായ ചിത്രമാണ് യാഗപീഠം. അനുസരണത്തിൻ്റെ അവസാനത്തെ പടിയാണ് യാഗപീഠത്തിലെ സമർപ്പണം. നമുക്കായി ചിന്തി യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ ശുദ്ധീകരണം ദിനം പ്രതി നമ്മിൽ ഉണ്ടാവണം. 5. യഹോവ അവർക്ക് ഉത്തരം നൽകി. 7-10. ദൈവജനം അനുദപിച്ച് പൂർണ്ണഹൃദയത്തോട് തങ്ങളെ തന്നെ സമർപ്പിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും ചെയ്തപ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. യുദ്ധം യഹോവയ്ക്കുള്ളതാ. കാലതാമസം വരുത്തിയാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവനാ നമ്മളുടെ ദൈവം. ഫെലിസ്ത്യർ പിന്നെ ഇസ്രായേലിലേക്ക് വന്നതേയില്ല. വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനായി നമുക്ക് ഒരുങ്ങാം. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളെയും ഒരു നിമിഷം കൊണ്ട് മാറ്റിത്തരുവാൻ കർത്താവിന് കഴിയും. വിലപിപ്പാനും കുറ്റമേറ്റു പറയുവാനും വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുവാനും പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സേവിപ്പാനും ഉപവസിച്ച് പ്രാർത്ഥിപ്പാനും തയ്യാറാകുമ്പോഴാണ് ജീവിതം വിജയകരമാകുന്നത്. കർത്താവേ, വിശ്വാസ ജീവിതം വിജയകരമായി പൂർത്തീകരിച്ച് സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ തക്കവണ്ണം എന്നെയും സഹായിക്കണമേ. ആമേൻ. നിന്നെപ്പോലെ മറ്റാരുമില്ല. എൻ സമാധാനം നൽകി നിൻ ശാന്തി നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി.